ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തനി നാടനായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അപ്പം വെജിറ്റബിൾ സ്റ്റൂ ആണ്. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ചോറാട്ടോ ചേർത്തേക്കുന്നത്. വെജിറ്റബിൾ സ്റ്റൂ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് എളുപ്പ രീതിയിൽ. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് ഒരു കപ്പ് പച്ചരി, 250 ml ഒരു കപ്പാട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അരി നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കുക. ഇതൊരു 5 മണിക്കൂർ നേരം കുതിർത്ത് വെക്കണം. ഇതിന് പച്ചരിയോ അല്ലെങ്കിൽ പൊന്നിയരിയോ യൂസ് ചെയ്യാം കേട്ടോ. 5 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട്. ഇനി ഇത് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇതൊരു മിക്സർ ജാറിലേക്ക് ഇടാം. ഇതിലിപ്പോൾ ഈ അരിക്കകത്ത് വെള്ളമൊന്നുമില്ല കേട്ടോ, അരി മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് തേങ്ങ ഒരു 3/4 കപ്പ്. ഇതിൽ തേങ്ങ ചേർക്കുമ്പോൾ അധികം വിളയാത്ത തേങ്ങ ചേർക്കുകയാണെങ്കിൽ അപ്പത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. 1/2 കപ്പ് ചോറ്. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചേക്കുന്നത്. 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം കേട്ടോ ചേർത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. മിക്സിയിൽ മാവ് അരയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണ്ടിട്ട് അരയ്ക്കാനായിട്ട്, എന്നാൽ മാത്രമേ അരി നന്നായിട്ട് അരയത്തുള്ളൂ. ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ തരി ഒന്നും പാടില്ല കേട്ടോ, നല്ലപോലെ അരച്ചെടുക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പത്തിന് മാവ് ഒഴിച്ച് വെക്കുമ്പോൾ എപ്പോഴും ഒരു നല്ല വലിയ കുറ്റി പോലത്തെ പാത്രത്തിൽ ഒഴിക്കുന്നതായിരിക്കട്ടെ നല്ലത്. ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ല ഹൈറ്റുള്ളൊരു പാത്രമാണ്, അതിലേക്കാണ് ഞാൻ ഒഴിക്കുന്നത്. ഈസ്റ്റ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും, പുറത്തോട്ട് ഒഴുകാനായിട്ട് ചാൻസ് കൂടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല പൊക്കമുള്ള പാത്രത്തിൽ ഒഴിച്ചു വെക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് കള്ളാട്ടോ. ഇത് ഹോം മെയ്ഡാണിത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കള്ള് നമുക്ക് മിക്സിയുടെ ജാർ എന്തായാലും കഴുകി ഒഴിക്കണമല്ലോ, അപ്പോൾ അതിലേക്ക് ഒഴിക്കുക. ഇതിൻ്റെ അകത്ത് കുറച്ച് മാവൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കഴുകി ഇങ്ങനെ എടുക്കാം. അപ്പോൾ അതിനകത്ത് മാവൊക്കെ അങ്ങോട്ട് ഉള്ളങ്ങോട്ട് പോകുന്നുള്ളൂ. ഇപ്പം ഞാൻ ഈ ഉണ്ടാക്കിയിരിക്കുന്ന കള്ള് നമുക്ക് കുടിക്കാൻ കൊള്ളത്തില്ല കേട്ടോ, നമ്മൾ ഈ അപ്പത്തിന് ഉപയോഗിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി ആൾക്കാരത് കുടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഉണ്ടാക്കല്ലേ. അപ്പോൾ ഇത് കള്ള ഒഴിച്ചിട്ട് ജാറ് കഴുകിയെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് തന്നെ ഒഴിക്കാം. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇളക്കുന്നതിന് മുന്നേ കൈ നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത ശേഷം വേണം ഇത് കൈ ഇളക്കേണ്ടത്, കൈ കൊണ്ട് ഇളക്കാനായിട്ട്. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൂസായിരിക്കും, പക്ഷെ നാളെ ആകുമ്പോഴത്തേക്ക് ഇത് ഒന്ന് പുളിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് കട്ടിയാകും കേട്ടോ. ഇതിൽ നമ്മൾ ഉപ്പ് മാത്രം ചേർത്തിട്ടില്ല, ഉപ്പ് നാളെ ചേർത്താൽ മതി കേട്ടോ. ഉപ്പ് ഇപ്പം ചേർക്കുകയെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പുളിച്ചങ്ങോട്ട് പൊങ്ങി വരും. ഇതൊന്ന് അടച്ചു വെക്കാം. മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ തണുപ്പല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് പുളിച്ച് വരാൻ കുറച്ച് താമസമായിരിക്കും. ഇതിന് അപ്പോൾ ആയതുകൊണ്ട് ഈസ്റ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുളിക്കും. ഇപ്പോൾ ഇഡ്ഡലി മാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുളിക്കാനായിട്ട് താമസമായിരിക്കും കേട്ടോ. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ട് കേട്ടോ. ഇപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ ചെയ്യാറില്ല. ഇതുപോലെ തെർമൽ കുക്കർ എടുക്കാം. തെർമൽ കുക്കർ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കും. എന്നിട്ട് ഇത് അടച്ചു വെച്ചാൽ മതി. ഇപ്പോൾ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓവർനൈറ്റ് ആട്ടോ വെക്കുന്നത്. തുറന്നു നോക്കാം. നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ഈ മാവിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ഒരുപാടൊന്നും ചേർക്കണ്ട, കുറച്ചിട്ട് വെച്ചാൽ മതി. പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ കറിയിലൊക്കെ ചേർക്കുന്ന പോലെ ഉപ്പ് ചേർക്കരുത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടിരിക്കുമോ. ചട്ടിയുടെ ചൂട് ഒരുപാട് കൂടി പോകാൻ പാടില്ല കേട്ടോ. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന മാവ് ചുരുണ്ട് പോകും. അപ്പോൾ ഇത് എപ്പോഴും ചൂട് എപ്പോഴും ബാലൻസിലായിരിക്കണം, ഒരു മീഡിയം ഹീറ്റിലായിരിക്കണം. അതിലേക്ക് മാവ് ഒഴിക്കുകയാണ്.
മാവ് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അടച്ചു വെക്കാം. തുറന്നു നോക്കാം. ഇതായിട്ടുണ്ട് കേട്ടോ. സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ എടുക്കാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ കേട്ടോ. അപ്പം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വേണം നമ്മൾ കാസറോളിലേക്ക് മാറ്റാൻ കേട്ടോ. ഉടനെ തന്നെ നമ്മൾ കാസറോളിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടിപ്പോവും. എന്താ വെച്ചാൽ അപ്പം നല്ല സോഫ്റ്റാണ്, അതുകൊണ്ടാട്ടോ അങ്ങനെ ആവുന്നത്. 2 കപ്പ് വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഞാനിവിടെ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ എടുത്തേക്കുന്നത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്. ഇതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങാണ് അധികം എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിന് തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാലിന് 1 കപ്പ് ഫ്രഷ് തേങ്ങയാണ്. അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു 1/3 കപ്പ് ചൂടുവെള്ളം ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ മുഴുവൻ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ തേങ്ങ അരഞ്ഞു വരത്തില്ല. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചതിന് ശേഷം ബാക്കി കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. ഇനി ഇത് സൈഡിലുള്ളതൊക്കെ താഴേക്കാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് പാലെടുക്കാം. ഇതൊരു അരിപ്പ പാത്രത്തിൽ കൂടെ അരിക്കാം. ഇങ്ങനെ തേങ്ങാപ്പാൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ തേങ്ങയിൽ നിന്ന് പാല് ഫുള്ളായിട്ട് തന്നെ പോരും കേട്ടോ. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ആദ്യമേ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കാം. അത് ഞാൻ കുക്കറിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം, ഉപ്പ്, ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഫുൾ ഫ്ലെയിമിലാട്ടോ. ഒരു വിസിൽ വന്ന ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ കുക്കറിൻ്റെ പ്രഷർ ഫുള്ളായി പോയതിന് ശേഷം വേണം ഇത് തുറക്കാനായിട്ട്. അന്നേരത്തേക്ക് വെജിറ്റബിൾസ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള സവാള വലുതായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക്, 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്. ഇഞ്ചി അരിഞ്ഞ് തന്നെ എടുക്കണം, ചതയ്ക്കോ അല്ലെങ്കിൽ പേസ്റ്റോ ചേർക്കല്ല കേട്ടോ. കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറിയ കറുവപ്പട്ട, 2 ഏലക്ക, 6 ഗ്രാമ്പൂ. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സ്പൈസസ് എല്ലാം ചേർക്കാം. ഇഞ്ചി, പച്ചമുളക്, പച്ചമുളക് ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണ്ടിട്ട് ചേർക്കാനായിട്ട്. ഇതിൻ്റെ അകത്ത് വേറെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. കുരുമുളകാണെങ്കിൽ നമ്മൾ മുഴുവനോടെ ആയിട്ടിരിക്കുന്നത്, അപ്പോൾ അതിൽ അധികം എരിവ് ഇറങ്ങത്തില്ല, അതിൻ്റെ ഫ്ലേവർ മാത്രമേ ഇറങ്ങത്തുള്ളൂ. ഇതൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് സവാള ചേർക്കാം, കറിവേപ്പിലയും ചേർക്കാം, കുറച്ച് ഉപ്പ്. ഈ സവാള ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണം, ബ്രൗൺ കളർ ആകരുത് കേട്ടോ. നമ്മൾ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റൂവിൻ്റെ കളർ അങ്ങ് മാറിപ്പോകും. ഇത്രയും മതി, സവാള ഇത്രയും വെന്തേച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി അത് ചേർക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. ഇപ്പം നമ്മൾ എടുത്തു വെച്ചേക്കണം ആ പാല്, അതൊരു പകുതി ഒഴിക്കാം. പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, പകുതി നമുക്ക് ലാസ്റ്റ് ഒഴിക്കാം. ഇതിന് മിക്സ് ചെയ്യാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തിളയ്ക്കണം. ഇങ്ങനെ എടുത്തേക്കണ തേങ്ങാപ്പാലായതുകൊണ്ട് ഇത് പിരിഞ്ഞു പോകത്തൊന്നുമില്ല. ഇതിനെ അടച്ചു വെക്കണ്ട, അടച്ചു വെക്കാതെ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതിങ്ങനെ ഒന്ന് തിളപ്പിക്കണം. നമ്മൾ ഈ ചേർത്തേക്കണ തേങ്ങാപ്പാൽ വെജിറ്റബിൾസിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഈ ഗരം മസാലയിൽ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. കടയിൽ നിന്ന് മേടിക്കുന്ന ഗരം മസാലയിൽ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ കുറച്ച് കുറവായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കണം കേട്ടോ. ഇങ്ങനത്തെ കറിയിൽ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ ആയിരിക്കണം മുന്നേ നിൽക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം
ബാക്കി നമ്മൾ കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർത്തേക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കുറച്ചും കൂടെ കൂട്ടാട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ഇതൊന്ന് തിളയ്ക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന കോൺഫ്ലോർ ആണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ അകത്ത് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കലക്കിയെടുത്താണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ കറി പെട്ടെന്ന് തന്നെ തിക്കായിക്കോളൂ കേട്ടോ. ഇതാ ഒഴിച്ചപ്പോൾ തന്നെ അത് തിക്കായി തുടങ്ങി. അത് നല്ല കറക്റ്റ് ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ടൈപ്പ് കറിയാണ്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.